ഫംഗിസൈഡ് വേണം. ഈ ഫംഗസ് ആക്രമണം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും വളരെ കോമൺ ആണ്. കാരണം ഒന്നാമത്തെ കാര്യം, എല്ലാ സ്ഥലത്തെയും pH കുറവാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ വയനാട് മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ പ്രളയം, ആദ്യത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ മഹാളി എന്ന് പറയുന്ന രോഗം അവിടെ ഭയങ്കരമായിട്ട് വ്യാപകമായി. ഏക്കർ കണക്കിന് കവുങ്ങും തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഈ മഹാളി വന്ന് നശിച്ചുപോയി. മഹാളി എന്ന് പറയുന്നത് ഒരു ഫംഗസ് വരുത്തുന്ന രോഗമാണ്. pH കുറവായതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി സാധാരണ കർഷകർ ചെയ്യുക, തുരിശും കുമ്മായും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. രണ്ട് രീതിയിലുള്ള ഫംഗിസൈഡുകളുണ്ട് ഫംഗസിനെ നശിപ്പിക്കാൻ. ഒന്ന് കോണ്ടാക്ട് ഫംഗിസൈഡും ഉണ്ട്, രണ്ട് സിസ്റ്റമിക് ഫംഗിസൈഡും ഉണ്ട്. ഇതിൽ കോണ്ടാക്ട് ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെയാണ്, കോണ്ടാക്ട് വരുന്ന സ്ഥലത്തെ ഫംഗസിനെ മാത്രം നശിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു പച്ചക്കറിയുടെ ഇലയുടെ അടിയിൽ നിറച്ച് ഫംഗസ് ഇങ്ങനെ വെളുത്ത നിറത്തിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കോണ്ടാക്ട് ഫംഗിസൈഡ്, അതായത് തുരിശോ ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസരീതിയിലുള്ള ഫംഗിസൈഡോ ആണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ, എവിടെയൊക്കെയാണോ ഈ ഫംഗിസൈഡ് വീഴുന്നത് അവിടുത്തെ എല്ലാ ഫംഗസിനെയും ഇത് നശിപ്പിച്ചു കളയും. പക്ഷെ ഏതെങ്കിലും സ്ഥലത്ത് ഈ ഫംഗിസൈഡ് വീഴാത്തതുണ്ടെങ്കിൽ അവിടുത്തെ ഫംഗസ് അവശേഷിക്കുകയും ചെയ്യും. അതിനുശേഷം അത് ആ ചെടിയെ മൊത്തം ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്നുള്ളത് സിസ്റ്റമിക് ഫംഗിസൈഡാണ്. ഈ സിസ്റ്റമിക് ഫംഗിസൈഡിന്റെ പ്രത്യേകത, ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടിയിൽ സ്പ്രേ ചെയ്യാനും പറ്റും. ചെടി ഇതിനെ വലിച്ചെടുക്കുകയും ചെടിക്ക് സ്വയമേ ഫംഗസിനോട് പ്രതിരോധം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഈ മഹാളി ഡിസീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമിക് ഫംഗിസൈഡാണ്. അത്തരത്തിലുള്ള ഒരു ഫംഗിസൈഡാണ് ക്യൂർ പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യൂർ പ്ലസ് നമ്മൾ ഫംഗസ് വന്നു കഴിഞ്ഞല്ല കൊടുക്കേണ്ടത്. ഫംഗസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അതിന് മുൻകൂട്ടി കണ്ടാണ് നമ്മൾ ക്യൂർ പ്ലസ് കൊടുക്കേണ്ടത്. കാരണം ഇത് ചെടി വലിച്ചെടുത്തിട്ട് ചെടിക്ക് ഫംഗസിനോട് പ്രതിരോധം ഉണ്ടാകാൻ ഒരു ചെടിയുടെ വലിപ്പം അനുസരിച്ച് 15 മുതൽ 20 ദിവസം വരെയൊക്കെ സമയമെടുക്കും. അപ്പൊ അത്രയും മുൻകൂട്ടി വേണം നമ്മൾ ക്യൂർ പ്ലസ് കൊടുക്കാൻ. ക്യൂർ പ്ലസ് മണ്ണിൽ കൊടുക്കേണ്ടതിന്റെ അളവ് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിയാണ്. പ്രധാനമായിട്ടും മഹാളിയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് കർഷകർ പറയുന്ന ഒരു സാധനം, മഹാളി ഇപ്പൊ എല്ലാ വർഷവും വരുന്നതല്ല എന്നാണ്. അതിന്റെ കാരണം, ആ മണ്ണിന്റെ pH കുറവാണ്, അവിടെ ഈ ഫംഗസും ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും കാലവർഷം എത്തുമ്പോഴേക്കും മണ്ണിന്റെ pH ഒന്നുകൂടെ താഴും. ഈ ഫംഗസ്, മണ്ണിൽ ഉറങ്ങി കിടക്കുന്ന ഫംഗസ് ആക്റ്റീവ് ആകും, ചെടി ആക്രമിക്കും, ചെടി നശിച്ചു പോകും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ മഹാളി രോഗമുള്ള പ്രദേശത്ത് അന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കർഷകരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ആദ്യമേ ആ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ക്യൂർ പ്ലസ് ആ ചെടിക്ക് ഡ്രെഞ്ചിങ് കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ pH കറക്റ്റ് ആകുമ്പോൾ ആ ഫംഗസിന് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കി ക്യൂർ പ്ലസ് 1 ലിറ്ററിൽ 5 മില്ലി ചേർത്തിട്ട് ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുമ്പോൾ ആ ചെടി